Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. എറണാകുളം ജില്ലയിലെ മലയാറ്റൂരിനടുത്ത് തോട്ടുവ സെന്റ് ജോസഫ് ഇടവകാംഗമായ ഫാദർ ബേസിൽ തോട്ടങ്കര പകരക്കാരനായിട്ടാണ് മണിപ്പൂരിലെത്തുന്നത്. കുക്കി നാഗ സംഘർഷം നടക്കുന്ന സമയമായിരുന്നു. സെമിനാരിൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് മണിപ്പൂരിലേക്ക് തൽക്കാലത്തേക്ക് പോകാൻ പ്രൊവിൻഷ്യൽ ആവശ്യപ്പെട്ടത്. ഇവിടെ എത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്ത് സേവനം ചെയ്തിരുന്ന വൈദികൻ അവധിക്ക് നാട്ടിലേക്ക് പോയി. അദ്ദേഹം പിന്നീട് മടങ്ങി വന്നില്ല. അങ്ങനെ വളരെ അപരിചിതമായ നാട്ടിലെ തുടക്കം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ഭാഷ പോലും അറിയില്ല. എന്നാൽ ദൈവം കൂടെ നടന്ന അനുഭവങ്ങളായിരുന്നു പിന്നീടുണ്ടായത്. ഞാൻ ഇവിടെ വന്നത് 1995 വേറൊരു അച്ഛന് പകരമായിട്ടാണ് ഞാൻ വന്നത്, അച്ഛനെ സഹായിക്കാനായിട്ട്. കാരണം 2 അച്ഛന്മാർ 1994 ഇവിടെ വന്നു. അപ്പോൾ ഒരച്ഛന് അപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. കുക്കികളും നാഗന്മാരും കൂടി ഉള്ള അടിയായിരുന്നു. ആ സമയത്ത് ഒത്തിരി ആൾക്കാരെ കൊല്ലുകയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വളരെ മോശമായതുകൊണ്ട് ഒരച്ഛൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. അത് കാരണം കൊണ്ട് ഞാനിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പാക്ക് ചെയ്ത് അച്ഛന് സ്ഥലം വിട്ടു. അപ്പം മറ്റേ അച്ഛൻ പറഞ്ഞു, ഇത് വേറെ ആരെങ്കിലും വിട്ടില്ലെങ്കിൽ ഞാനും തിരിച്ചു പോവാണ്. അപ്പോൾ ഞാൻ സെമിനാറിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് അച്ഛൻ പറഞ്ഞു, പ്രൊവിൻഷ്യൽ പറഞ്ഞു, അച്ഛൻ തൽക്കാലത്തേക്ക് പോവും, അത് അവിടെ ചെന്നിട്ട് ഞാൻ വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് പറഞ്ഞു വിടാം, അപ്പോൾ സെമിനാറിലേക്ക് തിരിച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിട്ടു. ഞാനിവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മറ്റേ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒഴിവിന് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരെഴുത്ത് വിട്ടു, ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഒരു സ്ട്രേഞ്ചായ ലാൻഡിൽ ഞാൻ ഭാഷ അറിയാൻ പാടില്ലാതെ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. അപ്പോഴാണ് ഒരു 6 അണ്ടർഗ്രൗണ്ട് അവർ വന്നു വാതുക്ക മുട്ടി. ഞാനൊന്നും അറിയാതെ തുറന്നു. അപ്പോൾ അവർ ഫുൾ യൂണിഫോമിലാണ് വന്നത്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു അകത്ത് കയറ്, എന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു 25,000 രൂപ ഉടനെ വെച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ എൻ്റെ അടുത്ത് ഒരു പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ എല്ലാം സെർച്ച് ചെയ്തു. എന്നെ അവിടെ ഇരുത്തി, തോക്കും കഴുത്തിൽ വെച്ചുകൊണ്ട് എന്നെ അവിടെ ഇരുത്തിയും കൊണ്ട് എല്ലാം ചെക്ക് ചെയ്തു. ഒരു പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒരു 800 രൂപ അവർക്ക് കിട്ടി. അത് മാത്രമേ അവരുടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ എൻ്റെ കഴുത്തിൽ കിടന്ന ഒരു ചെയിൻ, കെട്ടിയിരുന്ന വാച്ച്, ഇതെല്ലാം അവരഴിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരും, അപ്പോൾ പൈസ റെഡിയാക്കി വെച്ചോ, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ സുപ്പീരിയേഴ്സ് പറഞ്ഞു, അച്ഛന് ഇങ്ങോട്ട് തിരിച്ചു പോരെ, കാരണം അച്ഛൻ്റെ ജീവനാണ് വലുത്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് മിഷൻ പിന്നീടാണെങ്കിലും തുടങ്ങാം. അപ്പോൾ അത് കാരണം കൊണ്ട് അച്ഛൻ തിരിച്ചു പോരെയെന്ന്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഒരു എഴുത്തെഴുതി ബിഷപ്പിനും അതുപോലെ തന്നെ ഈ പ്രൊവിൻഷ്യലിനും അയച്ചു. അച്ഛനെ ഒരു കാരണവശാലും തിരിച്ചു വിളിക്കരുത്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് 3 മാസത്തോളം അവർ തോക്കുമായിട്ട് 6 പേര് എന്നെ ഞാൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ പുറത്ത് വാച്ച് ചെയ്യായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മിഷൻ ജീവിതം ആരംഭിച്ചത്. അത് തൽക്കാലത്തേക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പം 30 കൊല്ലം കഴിഞ്ഞു. ഞാനെപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ്. പല ഒക്കേഷൻസും ഉണ്ടായിരുന്നു, മരിച്ചു പോകേണ്ട അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവം എല്ലാത്തിലും എന്നെ കാത്തു രക്ഷിച്ചു. അത് കാരണം കൊണ്ട് ഇവിടെ തുടർന്ന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അത് പല പ്രയാസങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോന്നായിട്ട് 11 പള്ളി സ്ഥാപിക്കാൻ സാധിച്ചു. ഇതിനിടയ്ക്ക്
ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. കാരണം ഒരു സ്ഥലത്തായിരിക്കുമ്പം വേറൊരു ഇപ്പം മണിപ്പൂരിൽ, നാഗാലാൻഡിൽ, ആസാമിൽ, അതുപോലെ തന്നെ അരുണാചലിൽ, മിസോറാം, ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു മിഷൻ തുടങ്ങാനായിട്ട് സാധിച്ചു ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. നാഗാലാൻഡ്, ആസാം, അരുണാചൽ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനിടയിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തി നിരവധി ദേവാലയങ്ങൾ സ്ഥാപിച്ചു. ഈ വൈദികനിലൂടെ യേശുവിനെ അറിഞ്ഞവരും നിരവധിയാണ്. ഇപ്പോൾ മണിപ്പൂരിലെ കാങ് പോപ്പി ജില്ലയിലെ പാങ്മോൾ സെന്റ് വിൻസെന്റ് പോൾ ഇടവക വികാരിയാണ് ഫാദർ ബേസിൽ തോട്ടങ്കര. 83 വയസ്സിലും വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം. ദൈവം കൂടെയുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുമെന്നാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഫാദർ ബേസിൽ തോട്ടങ്കര പറയുന്നത്. In the unity of the Holy Spirit, all glory and honor is yours forever and ever. Amen.